തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഡിജിറ്റലൈസേഷൻ നടക്കുന്ന ക്യാമ്പുകൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ സന്ദർശിക്കുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇതിപ്പോൾ ഈ സന്ദർശനം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഉദ്ദേശം? വിവരങ്ങൾ എങ്ങനെയാണ്? അമൃത, സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 99% എന്യൂമറേഷൻ ഫോമും വിതരണം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചതാണ്. അതുപ്രകാരം BLOമാർ അവർ സ്വീകരിച്ച എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രക്രിയകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം DPI ജംഗ്ഷനിലുള്ള ഒരു കേന്ദ്രത്തിൽ ഈ പറയുന്ന എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രക്രിയകൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ നേരിട്ടെത്തി BLO ഓഫീസ് ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തി അത് പരിശോധിക്കുകയാണ്. BLOമാരുടെ ഫോണിലൂടെ തന്നെയാണ് ഈ ഫോം ഡിജിറ്റലൈസ് ചെയ്തത്. നിലവിൽ 26 ലക്ഷത്തോളം ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. സർ, പ്രക്രിയകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഇപ്പോൾ ഒരു ഫൈനലായിട്ട് പറയാൻ പറ്റുന്നത്? നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ഏറ്റവും നല്ല വിധത്തിലുള്ള ഒരു ടീമോ കൂടിയാണ് കാര്യങ്ങൾ മൊത്തം പ്രോഗ്രസ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്യാമ്പിൽ തന്നെ കാണാം. നമുക്ക് BLO സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വോളണ്ടിയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് സ്റ്റാഫ് കൂടിയുണ്ട്. ഇതിന്റെ ഉദ്ദേശം പൂരിപ്പിച്ച് ഫോം തിരിച്ച് ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനമാണ്. വളരെ ഈസി ആയിട്ട് 1 മിനിറ്റിൽ തന്നെ അതിന് താഴെ തന്നെ ഇത് ചെയ്യാൻ കൂടി സാധിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നമ്മൾ 26 ലക്ഷത്തിലധികം ഫോമുകൾ ഇതിനോടകം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലയിടങ്ങളിൽ BLOമാർക്ക് ഈ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രയാസം അവർ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് റിലേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ആപ്പിൽ. അതിനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സോ ഫോം ഫിൽ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസം ആർക്കും ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതിപ്പോൾ നമുക്ക് ഡിസംബർ 4 വരെയുള്ള സമയം, നമുക്ക് മുമ്പിൽ സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം 25-നകം തന്നെ ഇത് പൂർണ്ണമായിട്ട് എല്ലാം കഴിയണം എന്നൊരു നിർദ്ദേശം അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? കാരണം പ്രത്യേകിച്ച് 26-ാം തീയതി സുപ്രീം കോടതി കേസ് വരികയാണ്. അപ്പോൾ 25-ാം തീയതി കൊണ്ട് ഇതെല്ലാം ഫൈനലൈസ് ചെയ്യണം, അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ എല്ലാ ആഴ്ച നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗ്സ് വിളിക്കുന്നുണ്ട്, മീഡിയയുടെ ബ്രീഫിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ മുതൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഡിജിറ്റൈസേഷൻ പ്രക്രിയ ഒരു 4-5 ദിവസത്തിനകം വളരെ ഈസി ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ മുതൽ തന്നെ നമ്മൾ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. സോ അങ്ങനെ നിർബന്ധമായിട്ട് ആർക്ക് 25-ന് മുൻപ് തന്നെ കൊടുക്കണമെന്ന് നമ്മൾ ആരോട് പറയുന്നില്ല. പരമാവധി നമുക്ക് എത്ര പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ബാക്കി കുറച്ച് ദിവസം നമുക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് അവരെ നമ്മൾ ഇത് ലിസ്റ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അത്രേ ഉള്ളൂ. പിന്നെ അതത് ജില്ലകളാണ് ഒരു ടാർഗറ്റ് അത് നോക്കുന്നത്. നമ്മളൊരു ബ്രോഡായിട്ടുള്ള ഒരു ടാർഗറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവരുടെ ഓരോ ജില്ലയുടെ പുരോഗതി വെച്ചിട്ട് അവരുടെ ഇന്റർണൽ ആയിട്ടുള്ള ടാർഗറ്റ് കൊടുക്കും. ഒരാൾക്കും ഒരു BLOക്ക് പ്രയാസം വരാത്ത രീതിയിൽ തന്നെ ആയിരിക്കണം, ഇവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കണം നമ്മുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഈ ട്രേസബിൾ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, കാരണം അവരെ നമുക്ക് പിന്നീട് അവരൊരു ഷോർട്ട് ലിസ്റ്റ് എടുത്തുകൊണ്ട് ഏതൊക്കെ ബൂത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വാർഡിലാണ് അത് കണ്ടെത്താനുള്ള ക്രമീകരണം എങ്ങനെയായിരിക്കും? സോ നമ്മളിപ്പോൾ നിലവിലെ ഒരു ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇങ്ങനെയുണ്ട്. അൺട്രേസബിൾ അൺകളക്റ്റബിൾസ് ആയിട്ടാണ് പറയുന്നത്. അതിൽ മരിച്ച ആൾക്കാരുണ്ട്, ആബ്സെന്റ് ഉണ്ട്, ഷിഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. സോ ഇവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ ബൂത്ത് വൈസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലും പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും നമ്മൾ കൈമാറും. അവർ ബൂത്ത് ലെവൽ ഏജൻസി വെച്ചിട്ട് അവർക്ക് ഇവർ ശ്രമിക്കാം, ഇങ്ങനെ ആൾക്കാർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ബൂത്ത് ലെവൽ ഓഫീസറും പിന്നെ BLA എല്ലാ ബൂത്തിലും ഒരു മീറ്റിംഗ് എടുക്കണം. ഇവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് അവർ മുമ്പോട്ട് പോകണം എന്നുള്ള നമ്മൾ ഒരു നിർദ്ദേശമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഏറെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. അപ്പോൾ അമൃത, അങ്ങനെ എല്ലാ പ്രക്രിയകളും വളരെ വേഗം തന്നെ പുരോഗമിക്കുകയാണ്. എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നത്. നിലവിൽ ഏതാണ്ട് 26 ലക്ഷത്തിലധികം ഫോമുകൾ ഇതിനോടൊപ്പം തന്നെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. വളരെ വേഗം തന്നെ സുഗമമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പങ്കുവെക്കുന്നത്.